ഇതേപോലുള്ള ചെറിയൊരു ചെടിയിൽ നിന്നിട്ട് കലാത്തിയ പ്ലാന്റിൽ നിന്ന് ചട്ടി നിറയെ തിക്കും ബുഷുമായിട്ട് വലിയൊരു പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേക രീതിയിലുള്ള വളരീതി, അതേപോലെ തന്നെ നടുന്ന രീതി, പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രോ ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു പ്ലാന്റൊക്കെ കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് നല്ലൊരു തൈ അടർത്തി മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ വലിയൊരു പ്ലാന്റ് ആയി കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യുമ്പോൾ ഏതൊരു പോട്ട് മിക്സാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെയും കൂടുതൽ ഇലകളും നല്ല കരുത്തോടു കൂടി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സ്, ഇതിന് നന്നായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇലകളൊക്കെ വലിയ ഇലയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വളരീതി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു തീർക്കുന്നുണ്ട്. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള ഒരുപാട് വെറൈറ്റികൾപ്പെട്ട എല്ലാ വെറൈറ്റീസിലുള്ള കലാത്തിയ പ്ലാന്റും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. വലിയ പോട്ട് നമ്മൾ ഒരുവിധം ഇതേപോലെ വലിയ കുറേ ഇലകളായ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുക. വലിയൊരു ഹോളുകൾ എത്രത്തോളം ഉണ്ടോ ആ ഒരു പോട്ടിന് അത്രയും ഡ്രെയിനേജ് ഹോളുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് എടുക്കുക. കുറച്ച് കട്ട കല്ലുകൾ, ചരലൊക്കെ അടങ്ങിയ ഒരു പകുതി ഭാഗത്തേക്ക് മണ്ണെടുക്കാം. ബാക്കി പകുതി ഭാഗത്തിൽ കാൽ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ചകിരിച്ചോറ് എടുക്കാവുന്നതാണ്. ബാക്കി കാൽ ഭാഗത്തേക്ക് നമുക്ക് ഉമി, അതേപോലെ തന്നെ ചാണകപ്പൊടി, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഇല്ലെങ്കിൽ കരിയിലയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂണ് 2 സ്പൂൺ ഇടാം. അതേപോലെ തന്നെ 2 സ്പൂണ് നമുക്ക് എല്ലുകൂടി ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാമെങ്കിൽ നമുക്ക് കൂടെ വളം എപ്പം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 15 ദിവസം ഇടവിട്ടിട്ട് വളങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു. ഇനി വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അടുത്ത പുതിയ പോട്ടി മിക്സിലേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങിയെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. കണ്ടോ, വേരൊക്കെ ചട്ടിയുടെ പുറത്തേക്ക് ഇതേപോലെ നന്നായിട്ട് പടർന്നു നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പുതിയൊരു പോട്ടി മിക്സിലേക്ക് ഇനി നന്നായിട്ട് വേര് പിടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഇനി നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇതിലുള്ള ഒരുവിധം വളങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ ആദ്യ വളർച്ചയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു മണ്ണ് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, സൈഡ് ഭാഗത്തുനിന്ന് 1-2 തൈകൾ വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ വലിച്ച് പറിച്ച് ഇതേപോലെ എടുക്കാതെ നമുക്കൊരു കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അധികം വേരുകളൊന്നും കട്ടായി പോകാതെ, കണ്ടോ, വേര് ഇതേപോലെ ഉണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് 1-2 കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഇതേപോലെ കത്രിക ഇറക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ വേരുകൾ, നമ്മൾ നടുന്ന തൈൻ്റെ വേരുകൾ ഇളകി പോരുത്. അപ്പോൾ അടിഭാഗത്ത് കൂടെ കത്തിക കുത്തി ഇറക്കിയിട്ട് അതിൻ്റെ ആ അടിഭാഗം പൊട്ടാതെ, നമുക്ക് വേരധികം പൊട്ടാതെ വേണ്ടി എടുക്കുക. അപ്പോൾ അതേപോലെ 2 ഇല ഒരു തൂമ്പൊക്കെ തൈകൾ ധാരാളം മതി. അപ്പോൾ കുറച്ചധികം വേരുകൾ ഉണ്ടെങ്കിൽ അത്രയും റിസൾട്ട്, ആ വേരൊന്നും പൊട്ടാതെ നമ്മളവിടെ വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പോട്ടിലേക്ക് നമുക്ക് അതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. മുന്നേ പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ട് മിക്സ് ഇതിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ഒരു വലിയ ആ ചെടി ഇതിലേക്കൊന്ന് പ്ലാന്റ് വെച്ച സമയത്ത് കുറച്ചധികം താഴേക്ക് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇലകൾ നന്നായിട്ട് കാണാനായിട്ട് കുറച്ചുകൂടി പൊക്കി വെക്കണം. നമ്മൾ പിന്നെ നമ്മൾ ഇതിന് വളവും ചാണകപ്പൊടി അതേപോലെ തന്നെ നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുകൾ ഭാഗത്ത് പോട്ട് മിക്സ് ഇടാതെ എംറ്റി ആയിട്ടിടണം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കണ്ടോ, പോട്ട് മിക്സ് പുതിയത് ഇട്ട് കൊടുക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ലൊരു വളം ഇതിനൊഴിച്ചു കൊടുക്കണം. നല്ല തൈകൾ വരാനും അതേപോലെ തന്നെ പുതിയ ഇലകൾ വരാനായിട്ടും ആ ഒരു വളം വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ 10 മുതൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വളം. ഇനി ചെറിയ തൈകൾ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് പെർലൈറ്റ് നമ്മൾ കാൽഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പോട്ടി മിക്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ആ തൈയിൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് അഴുകി പോകാതിരിക്കാനൊക്കെ കുറച്ച് പെർലൈറ്റ്, ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പെർലൈറ്റിന് കഴിയും. അപ്പോൾ പെർലൈറ്റ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് തൈകൾ നടുന്ന സമയത്ത് പെട്ടെന്ന് വളർന്നു വരാൻ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഇതേപോലെ പെർലൈറ്റും നമ്മൾ പോട്ടി മിക്സും ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ വേരൊക്കെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. വെള്ളം തയ്യാകുന്ന സമയത്ത്
നമ്മൾ കൂടെ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളം നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് അടുത്ത പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു 19 രാസവളം 1 സ്പൂണ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഇലയിലൊന്ന് കുടഞ്ഞു കൊടുക്കുക. ചുവട് ഭാഗത്ത് നല്ല വളം 1 കപ്പ് ഈ ഒരു വളം നമുക്ക് ചൂട് ഭാഗത്ത് ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈ പോട്ട മിക്സും അതൊക്കെ നന്നായിട്ട് ഈ ഒരു വളക്കൂടി ചേരുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും പോയിന്റുകൾ പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത്, മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കണ്ടൻറ്റ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. തൽക്കാലത്തേക്ക് ഇവിടെ ചോദിക്കട്ടെ. ബൈ ബൈ.